ഹായ് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷയിലെ ഇംഗ്ലീഷ്, അതിലെ സിനോണിംസ് അല്ലേ? ചിലപ്പോൾ നമ്മളെ ശരിക്കും കുഴപ്പിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ചു വരുന്ന ഏറ്റവും കൺഫ്യൂസിംഗ് ആയ കുറച്ച് സിനോണിംസോ വളരെ സിമ്പിളായിട്ട് ചില കിടിലൻ ട്രിക്കുകൾ വെച്ച് പഠിച്ചാലോ? റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. ആദ്യം നമ്മൾ കുറച്ച് വാക്കുകളുമായിട്ട് ഒന്ന് പരിചയപ്പെടും. പിന്നെ അത് മറന്നു പോകാതിരിക്കാനുള്ള ചില മെമ്മറി ട്രിക്കുകൾ നോക്കും. അത് കഴിഞ്ഞ് ചെറിയൊരു ടെസ്റ്റ്, നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നോക്കണ്ടേ. അവസാനം ഫുൾ കോൺഫിഡൻസോടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സിമ്പിൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ PSC സിനോണിം കിക്ക് സ്റ്റാർട്ട്. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ വൊക്കാബുലറിയും കോൺഫിഡൻസും ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. PSC പരീക്ഷകളിൽ സ്ഥിരമായി കാണുന്ന കുറച്ച് ലീഗൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ ഏരിയയിൽ നിന്നാണ് പലപ്പോഴും ചോദ്യങ്ങൾ വരാറ്. ആദ്യത്തെ വാക്ക് നൾ ആൻഡ് വോയിഡ്. ഒരുപക്ഷെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ദ കോൺട്രാക്ട് വാസ് ഡിക്ലെയർഡ് നൾ ആൻഡ് വോയിഡ് എന്നൊക്കെ. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: അതിന് നിയമപരമായി ഓരോ സാധുതയുമില്ല, അത് അസാധുവാണ്, ഇൻവാലിഡാണ്. സിമ്പിൾ. അടുത്ത വാക്ക് ഏലിയനബിൾ. കേൾക്കുമ്പോൾ ഏലിയൻ എന്നൊക്കെ തോന്നുമെങ്കിലും സംഭവം വളരെ ലളിതമാണ്. ഒരു സാധനം നമുക്ക് മറ്റൊരാൾക്ക് വിൽക്കാനോ കൈമാറാനോ പറ്റുമെങ്കിൽ അതിനെയാണ് ഏലിയനബിൾ എന്ന് പറയുന്നത്, അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ സിനോണിംസ് എന്തൊക്കെയാവും? ട്രാൻസ്ഫറബിൾ, നെഗോഷ്യബിൾ, കൺവേയബിൾ, ഇതെല്ലാം ഇതേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ശരി, ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗത്തേക്ക് കടക്കാം. പ്രധാനപ്പെട്ട വാക്കുകളും അതോർത്തുവെക്കാനുള്ള ചില സൂത്രപ്പണികളും. ഈ വാക്കുകളൊന്നും നമ്മൾ കാണാപാഠം പഠിക്കാൻ പോകുന്നില്ല. പകരം ചെറിയ ചില കഥകളോ കണക്ഷനുകളോ വെച്ച് ഇത് നമ്മുടെ തലയിലങ്ങ് ഉറപ്പിക്കും. നോക്കാമല്ലേ? ആദ്യം നമുക്ക് ആളുകളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ നോക്കാം. അവരുടെ സ്വഭാവം, പെരുമാറ്റം, ഇതൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഡെലിൻക്വന്റ്, ഏമിയബിൾ, ഡിസ്പൊസിഷൻ, ഡെഫറൻസ്. ഇതിലോരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ആദ്യത്തെ വാക്ക് ഡെലിൻക്വന്റ്. ഇതിന്റെ അർത്ഥം കുറ്റവാളി അല്ലെങ്കിൽ ക്രിമിനൽ എന്നാണ്. ഇതോർക്കാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. ഡൽഹി എന്ന വാക്ക് ഇതിലില്ലേ? അപ്പോൾ ഇങ്ങനെ ഓർത്താ മതി: ക്രിമിനൽസ് ഇൻ ഡൽഹി, ഡൽഹിയിലെ കുറ്റവാളികൾ. ഡെലിൻക്വന്റ് എന്ന് കേൾക്കുമ്പോഴേ ഡൽഹിയിലെ ക്രിമിനലിന് ഓർത്താ മതി. കിട്ടിയില്ലേ? അടുത്തത് ഡെഫറൻസ്, അതായത് ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്ട്. ഇത് ഓർക്കാൻ ഇതിലും എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഡെഫറൻസ് എന്നതിലെ ആദ്യത്തെ ഭാഗം ഡെഫ് എന്ന് വായിച്ചൂടെ? നമ്മൾ ഡെഫായ ആളുകളോട് എപ്പോഴും ബഹുമാനത്തോടെ പെരുമാറണം, അല്ലേ? അപ്പോ ഡെഫിനോട് റെസ്പെക്ട് കാണിക്കണം. ഡെഫറൻസ് എന്നാൽ റെസ്പെക്ട്. സിമ്പിൾ കണക്ഷൻ. ശ്രദ്ധിക്കുക, ഇത് PSC പരീക്ഷയിലെ ഒരു സ്ഥിരം ട്രാപ്പാണ്. കേൾക്കാൻ ഒരുപോലെ ഇരിക്കുന്ന രണ്ട് വാക്കുകൾ, കൺജീനിയലും കോൺജനിറ്റലും. കൺജീനിയൽ എന്ന് പറഞ്ഞാൽ വളരെ പ്ലെസന്റ്, സൂട്ടബിൾ എന്നൊക്കെയാണ് അർത്ഥം. ഒരു കൺജീനിയൽ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയില്ലേ? എന്നാൽ കോൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത്, അതായത് ജന്മന ഉള്ളത് എന്നാണ് അർത്ഥം. ഒരു കോൺജനിറ്റൽ ഡിസീസ് പോലെ. അതിലെ ജെനിറ്റൽ എന്ന വാക്ക് ജനനവുമായി ബന്ധപ്പെട്ടതാണെന്നോർത്താൽ മതി. അപ്പോൾ തെറ്റില്ല. ഓക്കെ, അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. കുറച്ച് നെഗറ്റീവ് അർത്ഥം വരുന്ന വാക്കുകളാണിവ. അട്രോഷ്യസ്, ഇൻവിഡിയസ്, ബൗലിംഗ്. ഇതിലെ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഈ വാക്ക് നോക്കൂ, അട്രോഷ്യസ്. ഇതിന്റെ അർത്ഥം ഭയാനകമായ അല്ലെങ്കിൽ വളരെ മോശമായ എന്നൊക്കെയാണ്. ഇതിന്റെ സിനോണിമാണ് അപ്പോളിംഗ്. ഇത് ഓർക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങളൊരു ഫോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് ഭയങ്കര മോശം ആപ്പായിരുന്നു. അപ്പം നിങ്ങൾ പറയും, വാട്ട് ആൻ അപ്പോളിംഗ് ആപ്പ്, എന്ത് ഭീകരമായ ആപ്പാണിത്. അപ്പോളിംഗ് ആപ്പ് എന്നോർത്താൽ അട്രോഷ്യസ് എന്ന വാക്കിന്റെ അർത്ഥം കിട്ടും. ദാ വരുന്നു അടുത്തൊരു കൺഫ്യൂസിംഗ് പെയർ: വെർബേറ്റിമും വെർബോസും. വെർബേറ്റം എന്ന് പറഞ്ഞാൽ വേർഡ് ഫോർവേഡ്, അതായത് ഒരു മാറ്റവുമില്ലാതെ അതേപടി പകർത്തി പറയുക. റിപ്പീറ്റഡ് വെർബേറ്റിം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും മാറ്റരുത് എന്നർത്ഥം. എന്നാൽ വെർബോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് വെറുതെ വലിച്ചു നീട്ടി സംസാരിക്കുന്നതിനെയാണ്. ആ വെർബോസ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ഒരുപാട് സംസാരിച്ചു എന്നർത്ഥം. ഒന്ന് കൃത്യത, മറ്റേത് വാചകമടി. അതാണ് വ്യത്യാസം. ഇതും ശ്രദ്ധിക്കണം. ശബ്ദത്തിൽ സാമ്യമുള്ള രണ്ട് വാക്കുകൾ: സീസ്, സീസ്. സ്പെല്ലിംഗ് നോക്കണേ. CEASE, സീസ്. അതിലൊരു ഈസ് ഇല്ലേ? എളുപ്പം എന്നർത്ഥം വരുന്ന ഈസ്. അപ്പോ സീസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ്, നിർത്തുക, എളുപ്പത്തിൽ നിർത്തുക. എന്നാൽ SEIZE, സീസ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നാണ്. സീസ് ദി ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവസരം പിടിച്ചെടുക്കുക. അപ്പോൾ സ്പെല്ലിംഗ് വെച്ചോർത്താൽ മതി. ശരി, നമ്മളിപ്പോ കുറേ വാക്കുകളും അതോർക്കാനുള്ള ട്രിക്കുകളും പഠിച്ചു. ഇനി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ?
ഒരു റാപ്പിഡ് ഫയർ ക്വൈസ്. ശരിക്കും പരീക്ഷ എഴുതുന്നത് പോലെ വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? പേടിക്കേണ്ട, സിമ്പിളാണ്. ദാ ആദ്യത്തെ ചോദ്യം, വേഗം പറയൂ. ഡെലിൻക്വന്റ് എന്ന വാക്കിന്റെ അർത്ഥമെന്താണ്? ഓപ്ഷൻസ് ഉണ്ട്. ഫ്രണ്ട്ലി, ക്രിമിനൽ, സ്റ്റഡി. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഡെലി ട്രിക്ക് ഓർത്ത് നോക്കൂ. അടുത്ത ചോദ്യം, അട്രോഷ്യസ് എന്ന വാക്കിന്റെ സിനോണിം ഏതാണ്? അപ്പോളിംഗ്, പ്ലസന്റ്, സ്യൂട്ടബിൾ. ഓർമ്മയല്ലേ ആ മോശം ആപ്പിന്റെ കഥ? ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഓക്കെ, അവസാനത്തെ ചോദ്യം, ഡെഫറൻസ് എന്നാൽ എന്താണ്? ക്യാരക്ടർ, ഡിഫറൻസ്, റെസ്പെക്ട്. നമ്മുടെ ഡെഫ് ആളുകളുടെ കാര്യം ഓർത്താൽ മതി. ആ ഒരു കണക്ഷൻ നിങ്ങളെ ഉത്തരത്തിലേക്ക് എത്തിക്കും. അടിപൊളി, എല്ലാരും നന്നായിട്ട് ശ്രമിച്ചു. ഇനി നമുക്ക് ഉത്തരങ്ങൾ ഒന്നുകൂടെ നോക്കി നമ്മുടെ ധാരണയൊന്ന് ഉറപ്പിക്കാം. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ഉത്തരങ്ങൾ. ഡെലിൻക്വന്റ് ഉത്തരം ബി, കുറ്റവാളി. നമ്മുടെ ഡൽഹിയിലെ ക്രിമിനൽസ് എന്ന കണക്ഷൻ ഓർത്താൽ മതി. അട്രോഷ്യസ് ഉത്തരം എ, ഭയാനകമായ. ആ അപ്പോളിംഗ് ആപ്പ് കഥ ഓർത്താൽ ഇത് കിട്ടും. പിന്നെ ഡെഫറൻസ് ഉത്തരം സി, ബഹുമാനം. D5 റെസ്പെക്ട്. കണ്ടില്ലേ, ആ ഓർമ്മിക്കാനുള്ള തന്ത്രങ്ങൾ എത്ര എളുപ്പത്തിൽ നമ്മളെ ശരിയായ ഉത്തരത്തിലേക്ക് എത്തിച്ചെന്ന്. മറ്റുള്ള ഓപ്ഷനുകൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യേയില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, വൊക്കാബുലറി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഡിക്ഷണറി മുഴുവൻ കാണാപ്പാഠം പഠിക്കുന്നതല്ല. പകരം ഓരോ വാക്കിന്റെയും അർത്ഥം കണ്ടെത്താൻ, അത് ഓർത്തുവെക്കാൻ ഇതുപോലുള്ള സ്മാർട്ട് വഴികൾ പഠിക്കുന്നതാണ്. നിങ്ങളിവിടെ പഠിച്ചത് വെറും കുറെ വാക്കുകളല്ല, മറിച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു രീതിയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് 15-ലധികം പ്രധാനപ്പെട്ട PSC വാക്കുകളാണ് നിങ്ങളിപ്പോൾ പഠിച്ചത്. ഈ മെമ്മറി ട്രിക്ക്